ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലയില്ലാതെ, കലാപരമായ കാര്യങ്ങളില്ലാതെ, സംഗീതമില്ലാതെ, പാട്ടില്ലാതെ, ഭക്തിഗാനങ്ങളില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, അമ്പല ദർശനമില്ലാതെ മനുഷ്യനെന്ത് ജീവിതം? പിന്നെ നമ്മൾ മനുഷ്യർക്ക് എന്ത് ജീവിതമാണ്? കല വേണം, സിനിമ വേണം, പാട്ട് വേണം, സർവ്വതും വേണം. പണ്ട് ശബരിമല സന്നിധാനം ആരോ തകർത്തതുപോലെ ഇവിടെ കാലത്തിൻ്റെ ഒരു കയ്പ് നിറം, അതായത് കറുത്ത വർണ്ണം മലയാള സിനിമയെ മൂടി. എവിടെ നിന്നോ വിഷക്കാറ്റേറ്റു, മലയാള സിനിമ തകർന്നു എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ മങ്ങലേറ്റു, അതുറപ്പാണ്. പ്രത്യേകിച്ച് കേരളീയർ, ചിന്താശീലരായ കേരളീയർ അത് ചിന്തിക്കും, അവർക്കൊരു അറപ്പ് കാണിക്കും. അതിനേക്കാൾ അതിലേറ്റവും വലിയൊരു രസമുണ്ട്, ഒരു തമാശയാണത്. പല മനുഷ്യൻ്റെ ജീവിതത്തിലും തെറ്റുകളുണ്ടാകും, പക്ഷേ അവൻ സ്വന്തം തെറ്റിലേക്ക് വിരൽ ചൂണ്ടുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ അന്യൻ്റെ തെറ്റിലേക്ക് ഒരുപാട് പ്രതികരിക്കുന്നത് കാണാം. അതായത് അവനവൻ്റെ ഉള്ളിലെ അനേകായിരം തെറ്റുകളുണ്ടെങ്കിലും പുറത്ത് കാണുന്ന ഒരു കൊച്ചു തെറ്റിനോട് ഇങ്ങനെ വളരെയധികം വലിയ രീതിയിൽ പ്രതികരിക്കുന്നതാണ്. ഏത് വിഷയം ഏതുമായിക്കോട്ടെ. ഇവിടെ വിഷയം പറഞ്ഞു വരുന്നത് സിനിമയാണ്. മോഹൻലാലിൻ്റെ, സിനിമാ നടൻ മോഹൻലാലിൻ്റെ ഒരു ന്യൂസ് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അന്യരായി. ഇന്നത്തെ പത്രത്തിലെ ന്യൂസാണ്. ഇന്ന് സൺഡേ 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതിയുള്ള പത്രത്തിലെ ന്യൂസാണ്. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അന്യരായി. ശരിയാണ് സർ, സാറ് പറഞ്ഞത് ശരിയാണ്, അന്യരായി. പക്ഷേ ഇത് തുടങ്ങിയിട്ട് കാലം കുറേയായി. സിനിമയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ടുണ്ട്, ആദ്യകാലത്തേയുണ്ട്. പക്ഷേ ഒന്നും വെളിച്ചം കാണാറില്ലെന്ന് മാത്രം. ഇപ്പോഴതിനൊരു വേദി ഉണ്ടായി, പ്രശ്നങ്ങൾ വന്നു, കാലം മാറി, എല്ലാം നേർവഴിക്കും നടത്തേണ്ട എത്തിയപ്പോൾ, എല്ലാം നേർവഴിക്ക് നടത്തേണ്ട കാലത്ത് എത്തിയപ്പോൾ ഇത് തീർത്തും അനിവാര്യമാണ് സർ, മോഹൻലാൽ സർ, ഇത് തീർത്തും അനിവാര്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു പുനർജന്മം ഉണ്ടാകും. മലയാള സിനിമയ്ക്കും അതുമായി ബന്ധപ്പെട്ട പലർക്കും ഒരു പുനർജന്മമായിരിക്കും. അതുപോലെ തന്നെ ഈ ഫീൽഡിലേക്ക് ഒരുപാട് പേർ വരാനുണ്ട് സർ. ആർക്കും ഒന്നും സ്വന്തമല്ലല്ലോ. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും പലരും ഈ സിനിമയെ പോഷിപ്പിക്കാൻ, മനുഷ്യ ജീവിതം സമ്പന്നമാക്കാൻ, സമാധാനവും സുഖവും സന്തോഷവും എല്ലാം നിറഞ്ഞാടാൻ വരും സർ. സിനിമ, മലയാള സിനിമ അതിൻ്റെ ഉന്നതിയിലേക്ക് പോകും. സാറ് തന്നെ ഒന്ന് ചിന്തിച്ചോളൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഒന്ന് ചിന്തിച്ചോളൂ. അന്ന് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ അന്ത്യത്തിൽ ശ്രീ ശങ്കർ എന്ന നായകൻ ആത്മഹത്യ ചെയ്തപ്പോൾ, ജീപ്പ് ഓടിച്ച് കൊക്കയിലേക്ക് മണ്ടി ഉറച്ച് ആത്മഹത്യ ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു, എന്താ ചോദിച്ചത്? അങ്ങനെയൊക്കെ സംഭവിക്കും? അതല്ല സർ, അതിലപ്പുറം സംഭവിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രേമത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ജീവിതത്തിൻ്റെ കാതലായ വശങ്ങൾ അറിയുന്നവനേ അറിയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് സർ, ഇതെല്ലാം നല്ലതിനാണ് സർ, എത്രയും നല്ലതിന്. ഉയരങ്ങളിലേക്ക് പോകും മലയാള സിനിമ. ഇന്ത്യയിൽ നിന്നല്ല, വേൾഡിൽ തന്നെ മലയാള സിനിമ 1-ാം നിരയിലെത്തും. ഇത് നമ്മുടെ ആരുടെയും കഴിവോ സിദ്ധിയൊന്നുമല്ല, ഇത് സാറിൻ്റെതുമല്ല. ബൈ ഗാഡ്, ഓൾ ഓഫ് ബൈ ഗാഡ്. അവിടെയാണ് അന്വേഷിക്കേണ്ടത്. അതാർക്കറിയും ആ നഗ്ന സത്യം? ഇവിടെ ഒരു ലിറ്റ്മസ് പരിപാടി വരാൻ പോകും സാർ, അടുത്ത മാസം. ഈശ്വരനില്ല എന്ന് വാദിക്കുന്നവർ വേണം, അവരും വേണം, എല്ലാവരും വേണം. അസുരവർഗവും വേണം, ദേവവർഗവും വേണം, എല്ലാവരും വേണം. നിറഞ്ഞാടണം കേരളം മുഴുവൻ. അപ്പോൾ സർ, സിനിമ, മലയാള സിനിമ സാറിൽ നിന്ന് ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മൾ പാവം കാണികൾ കാത്തിരിക്കുന്നു. 1 2 ഒരു അനേകായിരം. സാർ, ഈവൺ നൗ യു ആർ എ യങ് സർ, യു ഡോണ്ട് വറി അബൌട്ട് യുവർ ഏജ്, ഡിയർ സർ, ഡിയർ മോഹൻലാൽ സർ. വെൽക്കം, ഓൾവേസ് വെൽക്കം. നിങ്ങൾ അന്യരല്ല സർ. സിനിമ കാണുന്ന മനുഷ്യൻ്റെ പ്രാണനിലെ
ജലാംശം, ജീവവായുവാണ് സാർ. സിദ്ദീഖിനെ സാർ എന്തിനാ നോക്കിക്കൊന്നേ? സിദ്ദീഖിനെ എന്തിനാ സാർ നോക്കിക്കൊന്നേ? അന്ന് സിനിമയിലാണ്, എന്നാലും നരൻ. എന്തൊരു സിനിമയാണ് സാർ. സാറിൻ്റെ പാട്ട് അതിനേക്കാൾ ഉത്തമം ആറ്റുമണൽ പായലും. ഓക്കെ സാർ, താങ്ക്സ് അലോട്ട്. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.